ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം. 12 വയസ്സിൽ താഴെയുള്ള ബാലന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 7 ദിവസം ഇവർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് ആചാര്യന്മാരുടെ ശിക്ഷണത്തിൽ വേണ്ട വിധത്തിൽ വ്രതമൊക്കെ ആചരിക്കണം. പച്ചവെള്ളത്തിൽ കുളിക്കുക, പിന്നെ ഭജന, 1008 നമസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യേണ്ടത്. ഈ കുത്തിയോട്ടം ബാലന്മാർ അവർ ശരിക്കും ദേവിയുടെ പടയാളികളാണെന്നാണ് കരുതപ്പെടുന്നത്. മഹിഷാസുര വധമായിട്ടുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭടന്മാരാണ് ഈ കുട്ടികളെന്നാണ്, അല്ലാതെ ഈ വരുന്ന ബാലന്മാർ എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അന്ന്, അതായത് പൊങ്കാലയുടെ അന്ന് വൈകുന്നേരം ഇവരെ പ്രത്യേക വേഷവിധാനമൊക്കെ അണിയിച്ച് പിന്നെ ചൂരൽ കുത്തുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഈ ചൂരൽ കുത്തുന്നതുകൊണ്ടാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത് പേര് വന്നത്, അതുകൊണ്ടാണ്. അപ്പം ചൂരൽ കുത്ത്, അതായത് ഒരു വെള്ള നൂല് കുത്തുക എന്നേ ഉള്ളൂ, വേറെ കൂടുതൽ പ്രശ്നമൊന്നുമില്ല. അത് കുത്തിയിട്ട് ഈ അമ്മ ശാസ്താക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അകമ്പടി സേവിക്കുന്ന പടയാളികൾ ഈ കുത്തിയോട്ട ബാലന്മാരാണ്. അവിടെ ചെന്ന് തിരിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടി ഈ കുത്തിയോട്ടം വഴിപാട് അത് സമാപിക്കും. എന്തായാലും ഈ കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്രതനിഷ്ഠയോടുകൂടി കഴിയാനും ദൈവവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ ദൈവീഭക്തിയോടുകൂടി ഈ 7 ദിവസം കഴിയാനുമൊക്കെയുള്ള ഒരവസരം നൽകുന്നത് വളരെ നല്ലത് തന്നെയാണ്. എല്ലാവർക്കും ഭഗവതിയുടെ ആറ്റുകാലമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ.